നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം കൊലപാതകം നടത്തിയതിന്റെ ചുരുളുകൾ അഴിയുന്ന വാർത്തകൾ ദിവസവും കേൾക്കാറുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൊലപാതകം നടത്തി പ്രതി മുങ്ങുകയും അതിനുശേഷം നീണ്ട നാളത്തെ അന്വേഷണത്തിനൊടുവിൽ പ്രതികൾ കുടുങ്ങുന്ന വാർത്തയും നമ്മൾ കേൾക്കാറുള്ളതാണ്. ഇപ്പോഴത് അത്തരത്തിലൊരു വാർത്തയാണ്. കഴിഞ്ഞ 18 മാസത്തിനിടെ 11 പേരെ കൊലപ്പെടുത്തിയ സീരിയൽ കില്ലറാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സംഭവം നടക്കുന്നത് പഞ്ചാബിലാണ്. ഹോഷിയാർപൂർ ജില്ലയിലെ ചൗര ഗ്രാമവാസിയായ രാം സ്വരൂപ് എന്ന സോദിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. മറ്റൊരു കേസിൽ സോദിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് താൻ ഇതുവരെയായിട്ടും 11 പേരെ കൊലപ്പെടുത്തിയ വിവരം സോദി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതലും യുവാക്കളെയാണ് പ്രതി ലക്ഷ്യമിട്ടിരിക്കുന്നത്. രാത്രിയിൽ ലിഫ്റ്റ് വാഗ്ദാനം ചെയ്തും കാറിൽ കയറ്റിയ ശേഷം ലൈംഗികമായി ദുരുപയോഗം ചെയ്തും കൊള്ളയടിക്കാനും സോദി ശ്രമിച്ചിട്ടുണ്ട്. അത് എതിർക്കുന്നവരെ കൊലപ്പെടുത്തും. കഴുത്ത് ഞെരിച്ച് അല്ലെങ്കിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇയാൾ പുരുഷന്മാരെ എല്ലാം കൊലപ്പെടുത്തുന്നത്. അതിനിടയിൽ കൊലപ്പെടുത്തിയ ഇരകളെല്ലാവരും സ്വവർഗാനുരാഗികളായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇരകളെ കണ്ടെത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം കൊല്ലുന്നതായിരുന്നു ഇയാളുടെ മറ്റൊരു രീതി. പഞ്ചാബിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തിരുന്ന മുൻ സൈനികൻ അടുത്തിടെ കൊല്ലപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിനിടെയാണ് സോദിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. വിവാഹിതനായ പ്രതിക്ക് 3 കുട്ടികളുണ്ട്. സ്വർഗ ലൈംഗികത കാരണം 2 വർഷം മുമ്പ് ഇയാളുടെ ഭാര്യയും ബന്ധുക്കളും ചേർന്ന് ഇയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പ്രതി HIV ബാധിതനാണോ എന്ന സംശയമുള്ളതിനാൽ വൈദ്യപരിശോധന നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഇത്തരം കൊലപാതകങ്ങളുടെ വാർത്തകൾ അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഇയാൾ പിടിയിലായില്ലെങ്കിൽ ഇതും ഈ ഒരു തുടർക്കഥ പോലെ ഇയാൾ വീണ്ടും പുരുഷന്മാരെ കണ്ടെത്തി കൊലപ്പെടുത്തുന്ന രീതി തുടരുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ മൊദ്ര ടോൾ പ്ലാസയ്ക്ക് സമീപം നടന്ന 37കാരന്റെ കൊലപാതകത്തിൽ നടന്ന അന്വേഷണമാണ് റാം സോധിയിലേക്കും എത്തിയിരിക്കുന്നത്. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഇതിനു പുറമെ നടത്തിയ കൊലപാതകങ്ങളും പ്രതി സമ്മതിച്ചത്. പലരെയും കഴുത്ത് ഞെരിച്ചാണ് പ്രതി അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ചിലരെ ഇഷ്ടിക കൊണ്ടടിച്ചും കൊല്ലുകയായിരുന്നുവെന്നും പോലീസിനോട് പ്രതി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ പ്രതി മയക്കുമരുന്നിന് അടിമയാണെന്നാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ശാരീരിക ബന്ധത്തിന് ശേഷം ഇയാൾ പണം ആവശ്യപ്പെടാറുണ്ടെന്നും അതിന് വഴങ്ങാത്തവരെ കൊലപ്പെടുത്തിയ ശേഷം സാധനങ്ങളും മറ്റും മോഷ്ടിക്കുകയാണ് പതിവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കിരാത്പൂർ സാഹിബിലെ കൊലപാതകത്തിന് ശേഷം പ്രതി മരിച്ചയാളുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ 11 കൊലപാതകങ്ങളുടെ ചുരുളഴിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, കൊലപാതകത്തിന് ഇനിയും ആരെയെങ്കിലും ലക്ഷ്യം വെച്ചിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായുള്ള ചോദ്യം ചെയ്യലിൽ പോലീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.